സ്നേഹവും വന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് വേറെ സബ്ജക്റ്റുമായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ പോലും നമുക്കിന്ന് അത് തൊടാൻ സമയമില്ല. അതുകൊണ്ട് ദൈവം ഇതിനിടയ്ക്ക് നൽകിയ, നമ്മുടെ ഈ മീറ്റിങ്ങിനിടയിൽ നൽകിയ ഒരു വാക്യം വായിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വേഗത്തിൽ ഓർപ്പിച്ച് കർത്താവിൻ സന്നിധി ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 5, 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ. ഇംഗ്ലീഷ് എങ്ങനെ വായിക്കുന്നേ? വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. നൽകിയ തിരുവചന ഭാഗത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കറിയാം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണെന്ന് അറിയപ്പെടുന്നത്, അല്ലേ? ലേഖനം എന്താ? ഈ കാരാഗ്രഹ ലേഖനം എന്തുവാ? കാരാഗ്രഹ ലേഖനം എന്തുവാ? പ്രിസം വിസിറ്റ് ചെയ്തപ്പം എഴുതിയാണോ? പ്രിസം വിസിറ്റ് ചെയ്തപ്പോൾ എഴുതിയാണോ? പിന്നെ ആയിരുന്നപ്പോൾ എഴുതിയാണ്. പ്രസംഗ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. എന്താണ്? ഹാപ്പിനെസ്, ജോയ്. ദാറ്റ്സ് എ മെയിൻ സബ്ജക്റ്റ് ഓഫ് ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ്, അല്ലേ? അപ്പോൾ പ്രിസണിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഓർത്തോണം, ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്താ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിച്ചനുസരിച്ചാണെങ്കിൽ പുള്ളിക്കാരൻ നിരന്തരമായി ഇവിടെ കിടക്കുക വ്യക്തിയെ, ഇവിടെ നിരന്തരം പറഞ്ഞാൽ പ്രിസണിൽ കിടക്കുന്നൊരു വ്യക്തിയാണ്, അല്ലേ? പൗലോസ് അദ്ദേഹം എഴുതുകയാണ്. അപ്പോൾ പ്രിസണിൽ കിടക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ എന്താണ്? ഹൃദയത്തിൽ സന്തോഷമാണ്, അല്ലേ? ഇവിടെ ഒരു പനി വന്നാൽ തീർന്നു, ഇല്ല? നല്ല ചോദിക്കുക നമ്മുടെ അവസ്ഥ. ഒരു പനി, സാമ ചിരിക്കാൻ കാര്യം, സാമിന് പനിയുണ്ട്, അതുകൊണ്ട് ഈ സാമ ചിരിച്ച്. സോ തീർന്നു. നല്ല തലവേദന വന്നാൽ നമ്മൾ തീർന്നു, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം തീർന്നു. ഒരു ഇച്ചിരിയുടെ കൂടിയ അസുഖമാണെങ്കിൽ പിന്നെ പിന്മാറ്റത്തില്ല നമ്മളൊക്കെ. പക്ഷെ നല്ല ചോദിക്കുക, കാരാഗ്രഹത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ന മനുഷ്യൻ, കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിച്ച മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുക? നിറയുക. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്താണ്, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. കാരണം വളരെ സമയം അതിക്രമിച്ചു പോയി. ഫിലിപ്പിയർക്ക് ഞാൻ വിചാരിച്ച് ഇടയ്ക്ക് നിങ്ങൾക്കൊരു ബ്രേക്കൊക്കെ തരണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ബ്രേക്കിനൊന്നും സമയം കിട്ടിയില്ല. നിങ്ങൾക്കും അധികം ബോറടിച്ചിരുന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ക്രിസ്തുവിലുള്ളതായ, അല്ലേ? നമ്മളാരെ ചോദിച്ചതിന് എന്നെ എന്തിനാണ് വേലയ്ക്ക് ഇറക്കിയേ, അല്ലേ? ചോദിക്കത്തില്ലേ? എന്നെ എന്തിനാണ്, ഞാൻ ഇതിലും ഭേദം മർത്തോമയിലോ കത്തോലിക്കയിലോ ഹൈന്ദവ സമൂഹത്തിലോ മുസ്ലിം സമൂഹത്തിലോ ഒക്കെ നിൽക്കുന്നതായിരുന്നു, അല്ലേ? നമ്മൾ പറയത്തില്ലേ? പണ്ട് ഇതിനേക്കാളിലും ഇസ്രായേൽ മക്കൾ പറഞ്ഞായിരുന്നു, മന അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലേ? അവർ ഞങ്ങളെ ഇറച്ചിക്കലത്തിൻ്റെ എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ പണ്ട് കണ്ടിട്ടേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല. മുതലാളി തിന്നുമായിരുന്നു, ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളായിരുന്നു. ഇത് ഭക്ഷിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ അവർ പറയുകയാണ്, ഇതിനേക്കാളിലും ഭേദമായിരുന്നു ഈ നമ്മുടെ നാട്ടിൽ പറയും, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ നിൽക്കുമ്പോൾ. ഇതാണ് വിഷയം. അറിയിച്ചല്ലോ. സോ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു മനോഭാവം, ഈ ക്രിസ്തുവിൻ്റെ മനോഭാവം പൗലോസിൽ വ്യക്തമായി വെളിപ്പെട്ടു. അത് പറയാനുള്ള പ്രാഗൽഭ്യം ആർക്കുണ്ട്? പൗലോസിനുണ്ട്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം ആ ഭാഗത്ത്. അവിടെ എന്താ, നമ്മൾ ഈ ഒരു വാക്യം മാത്രം എടുത്ത് ഞാൻ വായിക്കുക, ദൈവജനം ധ്യാനിക്കുകയാണ്. അവിടെ എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അവിടെ ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് എ പ്യുവർ ആൻഡ് സബ്മിസീവ് എന്താണ്? മൈൻഡാണ്. ഒരു പ്യുവറായിട്ടുള്ള സബ്മിസീവ് മൈൻഡ് വേണം കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ. ഞങ്ങളൊക്കെ വേലയ്ക്ക് വിളിച്ചിറക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദൈവദാസന്മാർ പ്രസംഗിച്ചൊരു ഭാഗമുണ്ട്, സമർപ്പണം ഇല്ലെങ്കിൽ ഈ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യല്ലേ, ഇറങ്ങരുത്. കാരണം ഞങ്ങൾക്കറിയാം, മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങൾ കേട്ട ഒരു സ്റ്റോറി ആയിരിക്കാം, എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാം. പണ്ടൊരു സീനിയറായ അപ്പച്ചൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി
യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അപ്പച്ചൻ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തു? വേറൊരു വീട്ടിലെ അമ്മച്ചി ഏത്തക്ക പുഴുങ്ങിയത് കൊടുത്തു, മുട്ട പുഴുങ്ങിയത് ആർക്ക് കൊടുത്തു? പാസ്റ്ററിന് കൊടുത്തു. പണ്ടൊക്കെ പാസ്റ്റർക്ക് കൊടുക്കുന്നത് എന്താ? ഏത്തക്കായും മുട്ടയും ഒക്കെയാണ് പാസ്റ്റർക്ക് കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ജോലി ഭയങ്കര സംഭവമാണെന്നാണ്. ഇത് അവിടുത്തെ മകൻ കണ്ടപ്പോൾ, ആ വീട്ടിലെ മോൻ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു എല്ലാ വീട്ടിലും പോയാൽ മുട്ടയും കിട്ടും, ഏത്തക്ക പുഴുങ്ങിയതും കിട്ടും. അവൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് കർത്താവിൻ്റെ വിളിയുണ്ട്, ഞാനും എന്ത് ചെയ്യട്ടെ, ഞാനും നാളെ മുതൽ പാസ്റ്റങ്ങളിലൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വരട്ടെ. അപ്പോൾ പാസ്റ്റങ്ങൾ പറഞ്ഞു, മോനെ ഇത് വളരെ സമർപ്പണവും വളരെ കഷ്ടതയും നിറഞ്ഞ ഒരു ജോലിയാണ്, ഇത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് പറയാൻ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, കർത്താവിൻ്റെ വേലയിൽ നിന്ന് എന്നെ പിന്മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ പാസ്റ്റങ്ങളോടെ പോയി. ആദ്യത്തെ 2-3 വീടുകളിലൊക്കെ പോയപ്പോൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ മുട്ട പുഴുങ്ങിയതും ഏത്തക്ക പുഴുങ്ങിയതും ഒക്കെ കിട്ടി. പിന്നീട് ഈ പാസ്റ്റങ്ങൾ ഇവരൊരു പാഠം പഠിപ്പിക്കാനായിട്ട് അവിശ്വാസികളുടെ മേഖലയിൽ എന്ത് ചെയ്തു? ഇത്രയും നേരം പോയത് സ്വന്തം വിശ്വാസികളുടെ വീടുകളില്ല, അവിശ്വാസികളുടെ വീട്ടിലോട്ട് പോയി. ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പോൾ ആട്ടും തുപ്പുമായി, രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ നിന്നയും പരിഹാസവുമായി. ചുരുക്കം പറഞ്ഞാൽ കൈവെപ്പ് ശുശ്രൂഷ വരെ, ഞാൻ പറഞ്ഞ് മനസ്സിലായോ? കൈവെപ്പ് ശുശ്രൂഷ വരെ നടക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ നാളെ മുതൽ ഞാൻ വേലയ്ക്ക്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയെന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ കാര്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു കർത്താവിൻ്റെ വേലയെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ, എ പ്യുവർ ആൻഡ് സബ്മിസീവ് മൈൻഡ് നമുക്കുണ്ടായിരിക്കണം. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയിൽ മാത്രമല്ല, ഒരു വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നത് പോലും എന്താണ്? വളരെ സബ്മിസീവായിരിക്കണം. കാരണം എന്താ? നമ്മുടേതായ ഇഷ്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? മാറ്റിവെക്കുക. നമ്മുടേതായ താല്പര്യങ്ങളെ മാറ്റിവെക്കുക. ഇപ്പോൾ ഈ 2 മണി വരെയുള്ള സമയം ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളത് അല്ലേ, നൈറ്റ് കഴിഞ്ഞ് വന്നവരുണ്ട്, നൈറ്റിൽ പോകാനിരിക്കുന്നവരുണ്ട്, ഇന്ന് ഡേ ഓഫ് കിട്ടിയവരുണ്ട്, പല പർച്ചേസും പല കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നല്ലേ. അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണ്? ഒരു സബ്മിസീവ് മൈൻഡ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറന്നു പോകുവാന്നൊക്കെ വേണം, ഇടയാകരുത്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൽ പറഞ്ഞു. വായിക്കാമോ? ലൂക്കോസ് 22 വായിക്കാമോ? ലൂക്കോസ് 22, ലൂക്കോസ് 22-ന്റെ 42-ാം വാക്യം. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ക്രൂശേ കടക്കുമ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് എടുക്കുമോ എന്നാണ് പറയുന്നത്. ആണോ? നമ്മളാണ് എന്താ, നമ്മളാ ക്രൂശേ കടത്തിരുന്നെങ്കിൽ നമ്മളെന്ന് പറഞ്ഞേനെ ഇതെങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ചങ്ങ് അല്ലേ. ഞാനാണെ പറഞ്ഞേ ഇതെങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ചതാ, ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല. അവിടെ പറയുമ്പോഴും ആ വാക്ക് പറയുമ്പോഴും, ക്രൂശേ കിടക്കുമ്പോഴും കർത്താവ് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ച്. എന്താ പറയുന്നത് വായിച്ചേണ്ടി? പിതാവേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അടുത്തത് കണ്ടോ? അതാണ് സബ്മിസീവ് എന്ന് പറയുന്നത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ ആകട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പറയാൻ പറ്റുമോ? നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതെന്ത് ചെയ്യണം? ഹലോ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടക്കണം അല്ലേ? നമ്മൾ നടക്കാൻ ഏതെങ്കിലും സാധ്യത കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലും നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ നടത്തിയെടുക്കും. പക്ഷെ ക്രൂശേ കിടക്കുമ്പോഴും ശ്രദ്ധിച്ചോണം, രക്തം മുഴുവനും ഒഴുകി, തലയിൽ മുൾക്കിരീടവും കയ്യിലും കാലുമെല്ലാം ആണിമേൽ തൂങ്ങിക്കിടക്കുമ്പോഴും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം. പറയാൻ പറ്റുമോ? കഷ്ടതയുടെ തീച്ചൂളയിൽ നിൽക്കുമ്പോഴും കർത്താവിന് ഇഷ്ടം ഇനിയും നിന്നെ കഷ്ടപ്പെടുത്താനാണെങ്കിൽ, കർത്താവേ അങ്ങയുടെ ഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ബുദ്ധിമുട്ടാണ് ദൈവമക്കളെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങും. കാരണം എന്താ? വേദനയും ബുദ്ധിമുട്ടുകളെയൊക്കെ അത്രമാത്രം നാം എന്ത് ചെയ്യുന്നുണ്ട്? ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഈ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും.
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഓരോ പേഷ്യൻസും ഫേസ് ചെയ്യുന്നതായ ഫിസിക്കൽ ഇഷ്യൂസ് അല്ലേ, അവർ വരുന്ന കണ്ടീഷൻ നമ്മൾ പലപ്പോഴും നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാൻ നോക്കിയാൽ നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. നമുക്കെന്ത് പ്രശ്നമാണുള്ളത്? ആരോഗ്യമില്ലേ, ദൈവകൃപയില്ലേ, സന്തോഷമില്ലേ, കുഞ്ഞുങ്ങളില്ലേ, ഹല്ലേലൂയ, സാഹചര്യങ്ങളില്ലേ, കുടുംബമില്ലേ, ദൈവം നടത്തുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു മനോഭാവം, ഈ ഒരു വാക്യം നാം വായിക്കുമ്പോൾ, ഏത് വാക്യം വായിക്കുമ്പോഴാണ്? ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ ഈ വാക്യം ഓർമ്മ വരണം. ഏത് വാക്യമാ? എങ്കിലും ഫിലിപ്പിയ ലേഖനം എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ഭാവം നമ്മൾ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്ന വാക്യം നാം മറക്കരുത്. എന്താ പറയുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം. സ്വത്രം, ഹല്ലേലൂയ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഈ ദിവസങ്ങളിൽ ഈ ഉപവാസപ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നാം അടുത്ത് വരുമ്പോൾ കർത്താവിനോട് ഒന്ന് പറയണം, കർത്താവേ, എന്ത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എന്ത് സംഭവിച്ചാലും എൻ്റെ ഇഷ്ടമല്ല, തമ്പുരാൻ്റെ ഇഷ്ടം എന്ത് ചെയ്യട്ടെ, നടക്കട്ടെ. അതിനുവേണ്ടി എന്നെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, ഏൽപ്പിച്ച് തരികയാണ് എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഹ്യൂമിലിറ്റി അല്ലേ. ഹ്യൂമിലിറ്റി, അത് താഴ്മയെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ എന്താണ് താഴ്മ? ഈ താഴ്മ നമ്മെ ഉയർച്ചയിലേക്ക് എന്തറിയാം നടത്തുവാനൊക്കെ വേണം ഇടയായി തീരും. ശ്രദ്ധിച്ചോണം. 2-ാം അധ്യായം 6 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അവൻ ദൈവസ്വരൂപത്തിൽ ഇരിക്കെ, ശ്രദ്ധിച്ചോണേ, നമ്മൾ രാജാവായിട്ടിരിക്കുന്ന ആൾ ഒരിക്കലും മന്ത്രിയാകാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റുമോ? ഇപ്പം നേഴ്സായിരിക്കുന്ന ആൾ കെയറാകാൻ ആഗ്രഹിക്കുമോ? നീ ക്ലീനറാകാൻ ആഗ്രഹിക്കുമോ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഓല ജോലിക്കും അതിൻ്റെതായ പ്രിവിലേജുകളുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു, പക്ഷേ മലയാളിയായ നമ്മുടെ ചിന്താഗതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ താഴോട്ട് പോകാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആഗ്രഹിക്കുകയില്ല. നമ്മളിപ്പോഴും മുകളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതാണ് വേദപുസ്തകം എൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അടുത്ത പറയാം, അടുത്തത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത്, ശ്രദ്ധിച്ചേ, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഇളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം. എവിടെ വരെ താഴ്ത്തി? മരണത്തോളം. അടുത്തത് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. അടുത്തത് അതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഞാൻ ഈ 2-ാമത്തെ പോയിന്റ് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഹ്യൂമിലിറ്റി അല്ലേ, ആണോ അല്ലയോ? താഴ്മ. ആ താഴ്മ നിന്നെ എവിടത്തേക്ക് നയിക്കും? ഉയർച്ചയിലേക്ക് നയിക്കുവാനിടയായി തീരും. നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു തുടങ്ങിയത് എന്തുവാ? അവൻ ദാസരൂപം എടുത്തതാ പറഞ്ഞേ. അവൻ താഴേക്ക് ഒരു താഴ്മ, പിതാവിൻ്റെ ഉത്തരവ് ഏറ്റെടുത്തുകൊണ്ട് അല്ലേ. നമ്മുടെ പഴയ നിയമത്തിൽ വാക്യമാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? കേട്ടിട്ടില്ല വാക്യം? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ളതായ ആ ഒരു ശബ്ദം ഏറ്റെടുത്ത് അടിയനിത എന്ന് പറഞ്ഞ് അല്ലേ, അടിയനിത എന്ന് പറഞ്ഞ് മാനവരാശിയെ രക്ഷിക്കാനുള്ളതായ ആ ദൗത്യവുമായി ദാസരൂപമെടുത്ത് അല്ലേ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാനം പറയുക, അങ്ങനെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ 9-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അടുത്ത പറയുകയാണ്, സകല നാമത്തിനും മേലായ നാമം എന്ത് ചെയ്തു? നൽകുവാന്നൊക്കെ അവരുടെ ഇടയായി തീർന്നു. ശ്രദ്ധിച്ചേ. അപ്പം താഴ്ച, എവിടെയെങ്കിലും നമ്മൾ താഴ്ന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനിച്ചെന്നല്ല എൻ്റെ അർത്ഥം. പ്രീച്ചല്ലോ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നീ താഴ്ന്നു കൊടുത്താൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. ഒരു സ്തോത്രം പറയാമോ ആ വിഷയത്തിൽ? സ്തോത്രം. ദൈവം നിന്നോട് പറയുന്ന വിഷയത്തിൽ അല്പം നീ താഴ്ന്നു കൊടുക്കേണ്ടി വന്നാലും നീ ഭാരപ്പെടരുത്. അത് നിന്റെ ഉയർച്ചയ്ക്ക് കാരണമാക്കി ദൈവം തീർക്കുവാനൊക്കെ വണ്ണം ഇടയായി തീരും. നീ മൗനമായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ദൈവമേ
ഞാൻ മൗനമായിരുന്ന കാരണത്താലാണല്ലോ ഈ വിഷയം ഇത്രയും വലുതായത്. സാരമില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. അല്ലല്ലോ, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു കരമുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അതിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ എന്താണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി മാനിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നോക്കുക. നമുക്കറിയാം ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ WME ചർച്ച് കേട്ടോ? WME ചർച്ച്, WME കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് പെന്തക്കോസ്ത് സഭയാണ്. ആ ഒരു സഭയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആ സഭയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ ചെയ്തു. നോർമലി IPC ചർച്ചക്കോട് ഷാരോൻ AG ഒന്നും ചെയ്യാത്തൊരു ശുശ്രൂഷയാണ്. കാല് എഴുതുന്ന ശുശ്രൂഷ. കാല്, അടുത്തിരിക്കുന്ന സഹോദരൻ്റെ കാല് അച്ചായന്മാരോട് പറഞ്ഞ അച്ചായന്മാർ സൂഹിക്കുമോ? പക്ഷേ ഞാൻ ആ ശുശ്രൂഷ ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവായ യേശു ക്രിസ്തു എന്തെന്നറിയാമോ? ശിഷ്യന്മാരുടെ പറ്റുമോ? പ്രസംഗിക്കാൻ കൊള്ളാം, കേൾക്കാനും സുഖമുള്ള കാര്യമാണ്. പക്ഷേ ഞാനെന്നുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ അഭാവം, ഞാനെന്നുള്ളതായ ഒരു സർക്കിൾ വിട്ട് ഒരല്പം പൊടിക്ക് താഴോട്ട്, ഇതിന് വേണം നിങ്ങൾ ആമയും പറയും, സ്വോത്രം പറയും, എല്ലാം പറയും. പക്ഷേ യാഥാർത്ഥ്യം അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പോൾ ഞാനെന്നുള്ള ആ ഒരു വിഷയം വിട്ട് ഒരു പൊടിക്ക് നമ്മൾ എന്ത് ചെയ്യല. വസ്തുതയാണത്. പലപ്പോഴും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്വയം ജീവിതത്തിൽ വാച്ച് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ കൂടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ചേർത്ത് പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ്, അല്പം പൊടിക്ക് താന്നു കൊടുക്കുവാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അതാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതാ? നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് എന്താ വാക്യം പറയുന്നത്? ക്രിസ്തേശുവിലുള്ളതായ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാരുടെ കാല് കഴുകാൻ പോലും ആര് തയ്യാറായി? തമ്പുരാൻ തയ്യാറായി. ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തണം. പ്രൈസല്ലോ. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണം? സാധിക്കണം. നമ്മുടെ വിചാരം നമ്മളെക്കാൾ ശ്രേഷ്ഠം ഒരു മനുഷ്യനും. നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയം ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ ഒരുത്തൻ എൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഓടിക്കും, ഞാൻ എന്ത് ചെയ്യില്ല. ഇന്ന് രാവിലെ ഞാൻ ഇതാണ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ശ്രദ്ധിച്ച കാര്യമാണ്, ഒരു ആംബുലൻസ് വിട്ടുപോവുകയാണ്. ആ ആംബുലൻസിന് പോലും എന്ത് ചെയ്യില്ല. എമർജൻസി ലൈറ്റ് വിട്ട് എമർജൻസി പേഷ്യൻറ്റിനെ കൊണ്ട് പോകുന്ന ആംബുലൻസിന് പോലും എന്ത് ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, ബൈക്കുകാർ, കാറുകാർ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്ഥലം കൊടുക്കാതെ എന്ത് ചെയ്യുക, ഓടിക്കുക. അതിൻ്റെ അർത്ഥം എൻ്റെ മുമ്പിൽ ഒരുത്തരേക്ക് കയറാൻ ഞാൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കുകയില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ അവൈലബിളാണ്, യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. പ്രൈസല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരുവൻ കയറുവാൻ ഞാൻ എന്ത് ചെയ്യില്ല, ഞാനാണ് അൾട്ടിമേറ്റ്, ഞാനാണ് എല്ലാത്തിൻ്റെയും അവസാനം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഭൂകമ്പമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു, കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നറിയാം? ശിഷ്യന്മാരുടെ കാൽ കഴുകി. അതേ ശുശ്രൂഷയായിട്ടല്ല, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്ത് ചെയ്തോ അത് ദൈവമക്കൾക്കുള്ളതായ ഒരു എക്സാമ്പിളാണ്. ദാറ്റ്സ് എ എക്സാമ്പിൾ ഫോർ ദ ഗോഡ്സ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതായ, അതായത് രക്ഷിക്കപ്പെട്ട നമുക്ക് വേണ്ടിയുള്ളതായ എന്താണ്? എക്സാമ്പിളാണ്, മാതൃകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ത് ചെയ്യണം? വെളിപ്പെടണം. എന്തിനധികം പറയുന്നു? സ്വന്തം സഹോദരങ്ങളോടൊന്ന് ക്ഷമിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? പോട്ടെ, കാല് എഴുതുന്ന ശുശ്രൂഷ വേറെ. അതിന് മുമ്പ് എന്താ പറഞ്ഞ? കാല് എഴുതുന്നതിന് മുമ്പ് ഫസ്റ്റ് പോയിന്റ് എന്തുവായിരുന്നു? ഒരു സബ്മിസീവ് മൈൻഡ് ഉണ്ടായിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ? പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞോ ഇല്ലയോ? അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റി വെച്ചു. അത് പോട്ടെ, സ്വന്തം സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇന്നലെ പറയും, ഇന്നാളെ നീ പറഞ്ഞു ഇപ്പോഴും ചെയ്തിട്ടില്ല, മറന്നിട്ടില്ലെന്ന് പറയും. സത്യമാണ്, പ്രൈസല്ലോ. പലപ്പോഴും നമ്മൾ ക്ഷമിക്കുകയല്ല. പക്ഷേ ഈ വചനം എടുത്തുകൊണ്ട് നമ്മൾ സഭയിൽ വരുന്നത്, പോകുന്നത്, കേൾക്കുന്നത്, എല്ലാത്തിനും ആമയും പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ ദൈവമക്കളെ. പ്രൈസല്ലോ. ഇതെല്ലാം ഇത് കേൾക്കുമ്പോൾ നമ്മൾ തമ്മിൽ ആരും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇതിനും ഭയങ്കര വിഷയമാണ്. നമ്മൾ തമ്മിൽ യാതൊരു വിഷയമില്ല. ഇത് സ്നേഹത്തിൽ ഇരിക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹമില്ലാതായിരിക്കുന്ന സമയത്ത് പറയും പാഷനെ അല്ലേ? പാഷനെ കുത്തി പറയും അല്ലേ? എന്നുവെച്ചാൽ സ്നേഹക്കുറവുണ്ടെന്നുണ്ട് അവർ പറയും, പാഷനെ മനഃപൂർവ്വം കുത്തി പറയാമെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളാരും ഇപ്പോൾ പറയത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ സ്നേഹത്തിലായതുകൊണ്ട്. സ്വോത്രം, ഹല്ലേലൂയ, സ്വോത്രം, ഹല്ലേലൂയ. അപ്പം എന്താണ്
കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയതുപോലെ ഈ ദിവസങ്ങളിൽ അത്യാവശ്യം ഒരു മനുഷ്യൻ്റെ കാല് കഴുകേണ്ടി വന്നാലും പ്രൈസ് ദി ലോർഡ്. അതായത് കാല് കഴുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മറക്കരുത്. മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്, എണ്ണുകയാണ്. ആ ഒരു മാനസിക പ്രിപ്പറേഷനിലേക്ക് ഞാനും നിങ്ങളും എത്തുവാൻ തക്ക വേണം ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. മുമ്പ് നമ്മൾ വായിച്ച കാര്യമുണ്ട്. അതാണ് ഫിലിപ്പിയർ 2:8 വായിച്ചേ. ഫിലിപ്പിയർ 2:8. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം. ശ്രദ്ധിച്ചോണം, ആ പദം ശ്രദ്ധിച്ചോണം, അണ്ടർലൈൻ ഇട്ടോണം. എവിടെ വരെ താഴ്ത്തി എന്നറിയാമോ? മരണത്തോളം. ഒബീഡിയൻസ് അൻറ്റു ഡെത്ത് എന്നാ പറയുന്നത്. ഒബീഡിയൻസ് അൻറ്റു ഡെത്ത്. പറ്റുമോ? ഒബീഡിയൻസ് അൻറ്റു ഡെത്ത്. ശിഷ്യന്മാരെ നോക്കിയാൽ മതി, ശിഷ്യന്മാരുടെ ലൈഫ് നോക്കിയാൽ മതി. കർത്താവിൻ്റെ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് ക്രൂശിലെ മരണത്തോളം മരണത്തിന് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. യേശു മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ല, ശിഷ്യന്മാരുടെ നോക്ക്. അതിൽ ഒരു ഡിസൈപ്പിൾ മാത്രമേ പ്രോപ്പറായിട്ട് ചത്തിട്ടുള്ളൂ, അല്ലേ? അതായത് ഒരു അല്ലേ, അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളേ? വെളിപ്പാട് പുസ്തകം എഴുതിയ ആരാ? യോഹന്നാൻ മാത്രമേ പ്രായമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ. അതിലും ഭേദം അങ്ങനെ അദ്ദേഹം ജീവിതം അനുഭവിച്ചതിലും ഭേദം അല്ലാതെ എന്ത് ചെയ്യായിരുന്നു. കാരണം അതുപോലെ അനുഭവിച്ചിട്ടാണ് യോഹന്നാനും എന്ത് ചെയ്തത്? മരിച്ചത്. ആണോ അല്ലയോ? ഇപ്പം എന്നെക്കാളും ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നവരാണ്, എനിക്കറിയാം. ഭാഷണ മക്കളും സഭയിലെ പഴയ വിശ്വാസികളും ഒക്കെയാണ് നിങ്ങളെല്ലാവരും. ശ്രദ്ധിച്ചോണേ, കർത്താവ് മാത്രമല്ല ശിഷ്യന്മാരും എന്ത് ചെയ്യുന്നറിയാമോ? ഒബീഡിയൻസ് അൻറ്റു ഡെത്ത്, മരണത്തിൻ്റെ അവസാനം വരെ ആ ഒരു മനോഭാവമുള്ളവരായിരുന്നു. ഏതാ? ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിരുന്നു. നമ്മൾ ഓരോ ദിവസവും കർത്താവിനെ ചതിക്കുകയാണ്. നമ്മുടെ ലൈഫ് നമ്മളെ യൂട്യൂബർമാർ ചെയ്യുന്നുണ്ട്, ലൈഫ് ഇൻ എ ഡേ, അല്ലേ? യൂട്യൂബർമാർ ചെയ്യാറുണ്ടെന്നുള്ള ലൈഫിനെ നിങ്ങൾ യൂട്യൂബിലൊന്നും വിടണ്ട. ഒരു ദിവസം രാവിലെ മുതൽ ചെയ്യുന്ന പരിപാടികൾ എന്ത് ചെയ്യുക, ചിന്തിക്കുന്ന പരിപാടി ഒരു ബുക്കിൽ എഴുതി നോക്കിയാൽ ഒരു ദിവസം തന്നെ എത്ര തവണയാണെന്നറിയാം നാം കർത്താവിനെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. സ്വതന്ത്രം അല്ലല്ലോ. ഇറ്റ്സ് എ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് എക്സാമിനേഷൻ, അല്ലേ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കുന്ന പോലെയാണ് ഫാസ്റ്റിംഗ് പ്രയറിലായിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? എന്താ? ചിലതിനെ കീറണം, ചിലതിനെ വെട്ടണം, ചിലതിനെ മുറിക്കണം. ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴുത്ത പരുവുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ അവരെന്താ ചെയ്യുന്നേ? അതിനെ കീറി മുറിച്ച് ദൈവമേ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും, അല്ലേ? നമ്മൾ ചിന്തിക്കും ഈ ഡോക്ടർ ഇത്ര ക്രൂരനാണോ എന്ന് ചിന്തിക്കും. ഈ ഉപവാസ പ്രാർത്ഥന ചിലപ്പോൾ ക്രൂരത കൂടിപ്പോയാൽ നിങ്ങൾ വിചാരിക്കരുത് ഇത് ക്രൂരത ഒന്നുമല്ല ദൈവമക്കളെ, നമ്മളൊന്ന് നന്നാകാൻ വേണ്ടിയാ. സ്വതന്ത്രം ഹല്ലേലൂയ. ഇത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. വി ഹാവ് ടു ഒബീഡിയൻസ് ആൻഡ് ടു അവർ ഡെത്ത്. മരണം വരെ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ഇത് ആലോചിച്ച് നോക്കിയേ, ചന്ദ്രകമേശ് അബേദർ ഹോമിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. ഒന്ന് വണങ്ങിയാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. ഒന്ന് വണങ്ങിയാൽ, ആരെ വണങ്ങിയാൽ? കർത്താവിനെ അല്ല, അല്ലേ? പക്ഷേ സംഭവിച്ചതെന്താ? മരണം. അതാണ് ഒബീഡിയൻസ് ആൻഡ് ടു ഡെത്ത് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു, അവരെ എറിഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു, ശരിയല്ലേ? അവസാന സെക്കൻഡിലും ആ തീയിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോഴും, അല്ലെങ്കിൽ ദാനിയേൽ സംഭവത്തിലാണെങ്കിൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്തും ഒബീഡിയൻസ് ആൻഡ് ടു ഡെത്ത്. എൻ്റെ അപ്പം പറഞ്ഞത്, എൻ്റെ കർത്താവ് പറഞ്ഞ്, എൻ്റെ ദൈവം പറഞ്ഞതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചെയ്യത്തില്ല എന്ന് അവൻ എന്ത് ചെയ്തു? തീരുമാനമെടുത്തു. ചോയ്സസ് ആർ ദെയർ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ചോയ്സസ് ആർ ദെയർ. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സിംഹക്കുഴിയുടെ വക്കി നിൽക്കുമ്പോഴും നിനക്ക് കർത്താവിനെ തള്ളിക്കളയാൻ നിനക്ക് അവസരമുണ്ട്. ആ ഫർണസിന്റെ എഡ്ജ് നിൽക്കുമ്പോഴും സൈഡ് നിൽക്കുമ്പോഴും കർത്താവിനെ തള്ളി പറഞ്ഞിട്ട്, ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് രാജാവിനെ വണങ്ങാൻ നിനക്ക് അവസരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ എഡ്ജ് നിൽക്കുമ്പോഴും മനസ്സിന് ഇങ്ങനെ ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് പോലും ചിന്തിക്കാതെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഭക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ക്രൂശിലെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ പുസ്തകം കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ വായിക്കണം. ക്രൂശിലെ രക്തസാക്ഷികൾ. എനിക്കൊന്ന് VP ഫിലിപ്പാന്ന് തോന്നുന്നു
അദ്ദേഹം എഴുതിയത്. IPCയിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ അപ്പം സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്, എന്നെ പഠിപ്പിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് VV ഫിലിപ്പ്. IPCയിലെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം പലരുടെ സ്റ്റോറീസ് കളക്ട് ചെയ്തിട്ട് ഒരു ബുക്കാക്കി മാറ്റി, ക്രൂസിലെ രക്തസാക്ഷികൾ. അത് വായിക്കണം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊക്കെ വെറുതെ കിട്ടിയതല്ല, നമ്മുടെ പിതാക്കന്മാർ വില കൊടുത്തു വാങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വില കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങിയതല്ല, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. കർത്താവ് ക്രൂശിൽ അനുഭവിച്ചതുപോലെ. ഹല്ലേലൂയ. മൃഗങ്ങളുടെ ഓരോ ഈ മെഴുക് ചുറ്റിയിട്ട്, മെഴുകിൽ തുണി മുക്കിയിട്ട് ആ മെഴുക് അതെന്ത് ചെയ്തറിയാം, ഇവരെ ചുറ്റി ഇവരുടെ മെയിൻ പ്രോഗ്രാമുകളിലൊക്കെ അത് പന്തമായി ദൈവത്തിൻ്റെ മക്കളെ ഉപയോഗിക്കുമായിരുന്നു. മൃഗങ്ങളുടെ തോലിൻ്റെ അകത്ത് ഇവരെ പൊതിഞ്ഞിട്ട് ചൂടത്തിടുമായിരുന്നു, തളച്ച എണ്ണയിലിടുമായിരുന്നു. നിങ്ങളത് വായിക്കണം. തല വെട്ടിക്കളയുമായിരുന്നു, ശരീരത്തിൻ്റെ അവയവങ്ങൾ വെട്ടിക്കളയുമായിരുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് നീ കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് ഈ ചിപ്പോ എന്ന് പറയാൻ പോലും ഒരു മനുഷ്യനില്ലാത്ത കാലയളവിലും നിസ്സാര സംഭവത്തിന് വേണ്ടി നാം കർത്താവിനെ തള്ളിക്കളയുമ്പോൾ ഓർത്തുകൊള്ളുക, നാം ചെയ്യുന്നത് എത്ര വലിയ പാപമാണെന്ന് നാം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. മരണത്തിൻ്റെ അറ്റം വരെയും വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസംഗിക്കുന്ന എനിക്കും ബാധകമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം വേഗത്തിൽ വായിച്ചേ. എബ്രായർ 5:8. കണ്ടോ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്തോ പഠിച്ചു. അപ്പൊ അനുസരണം പഠിക്കുന്നത് എവിടെ നിന്നാ? വടിയിൽ നിന്നാണോ? താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. അവർ കഷ്ടം എന്ത് ചെയ്തിട്ടില്ല. ഉണ്ടോ? പട്ടിണി എന്താണെന്ന് അനുഭവിച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ സാമ്പത്തികം, ഞാൻ പെന്തക്കോസ്തിലേക്ക് വരാൻ കാര്യം എന്ന് പറയുന്നത് തന്നെ വലിയ എൻ്റെ അപ്പം തടി ബിസിനസ്സുകാരായിരുന്നു ആദ്യം. ആ തടി ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബം മുഴുപട്ടിണിയിലേക്ക് പോയൊരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസ് എല്ലാം ജപ്തിയിൽ വെച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ കാണാൻ മുട്ടുന്നു, അന്നും കാണാൻ ഒട്ടും മോശമല്ല. ആൾക്കാരുടെ വിചാരം തടി മുതലാളിയുടെ മോനാണല്ലോ എന്ന് വിചാരിച്ച അവരെല്ലാം വിചാരിക്കുന്നത് നമ്മൾ ഈ ചോറ്റുപാത്രം, നമ്മൾ പണ്ട് വട്ടത്തിലുള്ള പാത്രത്തിലാണ് ചോറ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഞാൻ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, സഹോദരങ്ങളുടെ മുമ്പിൽ നിന്നും, അതായത് കൂടെ പഠിക്കുന്നവരുടെ അടുത്ത് നിന്നിട്ട് തുറക്കത്തില്ലായിരുന്നു. തുറന്നെന്നറിയാമോ? പലപ്പോഴും അതിനകത്ത് മുളക് സംബന്ധിയാവുള്ളേ അവരെ കാണിക്കാനായിട്ട്. അവർ വിചാരിക്കുന്നത് എന്താ? സംതിങ് സ്പെഷ്യൽ ഉള്ളതുകൊണ്ട് അവൻ മാറിയിരുന്നത് അത് കഴിക്കുകയാണെന്നാണ്. അറിയിച്ചല്ലോ, നമ്മുടെ തലമുറയ്ക്ക് അറിയാമോ ഈ വിഷയം? അറിയാമോ? അറിയിച്ചല്ലോ, അവർക്ക് ഇന്ന് പിസ്സ, നാളെ ബർഗർ ആണോ അല്ലയോ? അറിയിച്ചല്ലോ, ഏത് സാധനം മാറി നമ്മളോട് കൊടുക്കും. പ്രൈസല്ലോ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഈ സന്തോഷമേ ഉള്ളൂ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞത് നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. കഷ്ടങ്ങളിൽ നിന്ന് വേണം എന്ത് പഠിക്കാനായിട്ട്? അനുസരണം പഠിക്കാനായിട്ട്. പ്രൈസല്ലോ. നമ്മുടെ തലമുറ അനുസരണമില്ലാത്ത കാര്യം എന്ത് അനുഭവിക്കുന്നില്ല? കഷ്ടം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്താണ്? പ്രൈസല്ലോ. ഹല്ലേലൂയ. ഒബീഡിയൻസ് അൻടു ഡെത്ത്. ഹല്ലേലൂയ. എൻ്റെ 15-ാമത്തെ നമ്മുടെ യോഹന്നാൻ 15:13 വായിച്ചേ. യോഹന്നാൻ, ജോൺ ചാപ്റ്റർ 15:13. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഒരു സ്വത്രം പറഞ്ഞേ. ₹1 കൊടുക്കുകയല്ലോ പിന്നെ ശരിയാണോ? ₹1 നമ്മൾ കൊടുക്കുകയല്ല, പിന്നെ അടുത്ത് കൊടുക്കുന്നേ ജീവൻ കൊടുക്കുന്നത്. സത്യമല്ല, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്. വളരെ എനിക്ക് വേണമെങ്കിൽ പറയാം, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ജീവനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കും, സ്വതന്ത്രം പറയും, അന്യഭാഷയും പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചിന്താഗതി തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ ചോദിക്കുന്നത്, ജീവൻ പോകട്ടെ, ₹1 കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സ്വതന്ത്രം. ഹല്ലേലൂയ. വിഷയം ആ ഭാഗത്ത് പറയുക, എന്താ പറയുന്നത്? സ്നേഹിതന്മാർക്ക് വേണ്ടി അടുത്തത്
ഒന്നുകൂടെ ഉറക്കെ വായിച്ചു. ഒന്നുകൂടെ വായിച്ചു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ആർക്കുമില്ല. അപ്പൊ ആര്? കർത്താവ് ആ സ്നേഹം കാണിച്ചു തന്നോ ഇല്ലയോ? കാണിച്ചു തന്നോ? കർത്താവ് സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാ? നമ്മുടെ നാവിൽ കൂടെ പറഞ്ഞല്ല, ജീവൻ കൊടുത്ത് കാണിച്ചു തന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് ഫിലിപ്പിയ ലേഖനം പറയുന്ന സബ്ജക്റ്റ്. എന്തുവാ പറയുന്നേ? ക്രിസ്തുവിലുള്ള ഭാവം. ഞാൻ പറഞ്ഞത് ക്രിസ്തുവിലുള്ള ഭാവം. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ളതായ ഭാവമാണ്. ഇവിടെ ക്രിസ്തുവിലുള്ള ഭാവം എന്ന് പറഞ്ഞാൽ ഏത് ഭാവമാ? സ്നേഹിതർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു സ്വഭാവം. നമ്മളും കൂടി ചിന്തിക്കാൻ പറ്റുമോ? ഇനി പറ, നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇത് പലതും കമ്പയർ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേൾക്കുന്ന നിങ്ങൾ എക്സാം ചെയ്യണം. കേൾക്കുന്ന നിങ്ങൾ എക്സാം ചെയ്യണം. കർത്താവേ, ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ, ഈ ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ ഭാവം എന്നിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അതെന്താ പറയുന്നത്? ഹാർട്ട് ഫുൾ ഓഫ് ലവ്. ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുമ്പോൾ ഹാർട്ട് ഫുൾ ഓഫ്, ഹൃദയം നിറച്ച് സ്നേഹം മാത്രമാണ്. ശ്രദ്ധിച്ചോണേ, ഹൃദയം നിറച്ച് എന്താണ് ചോദിച്ചത്? നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെല്ലാം ഉണ്ട് അല്ലേ? വിദ്വേഷം, പക അല്ലേ? ആരോടൊക്കെ പക തോന്നാമോ അവനോടൊക്കെ, എന്നെ ആരെല്ലാം ഉപദ്രവിച്ച് അവനെയെല്ലാം തീർക്കണമെന്നുള്ളതായ ചിന്താഗതിയാണ്. വേഷത്തിൽ നോക്കിയാൽ മീശയും കാണത്തില്ല, വെള്ള ഷർട്ട് വാരിക്ക് ഇട്ടേക്കുന്നത്, വെള്ളമുണ്ട് കൊടുത്തേക്കുന്നത് എല്ലാം ശരിയാ. പക്ഷേ ഒരവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? വിശ്വാസിയുടെ കാലം എന്ത് ചെയ്യണം? അല്ലേ ഭാഷയുടെ കാല് എങ്ങനെയും കുതികാല് വെട്ടുക എന്നുള്ളതായ ഒരു മനോഭാവമാണ് എല്ലാ വിശ്വാസികൾക്കും അല്ല. നിങ്ങളെ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ വിഷമിക്കണം, നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ ഈ ഭാഗം പറയുന്നത്. നിങ്ങൾ കേൾവിക്കാർ മാത്രമാണ്. സഹോദരൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്. ഈ ദിവസങ്ങളിൽ ഹാർട്ട് ഫുൾ ഓഫ് ലവ്, അതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. ആ മനോഭാവം എന്നിൽ നിങ്ങൾ ഉണ്ടാകണം. ഞാൻ ഒരു പ്രാവശ്യം ഈ പ്രസംഗം വേറൊരിടത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ഒരു സഹോദരൻ എടുക്കും, അത് പറഞ്ഞു, എൻ്റെ അപ്പനോട് ഞാനിത് വർഷങ്ങളായിട്ട് പണക്കത്തിലാണ്. ശ്രദ്ധിച്ചോണം, വിശ്വാസിയാണ്, തിരുവത്താഴം എടുക്കുന്നവനാണ്, സഭയിലെ സെക്രട്ടറിയാണ്. ശ്രദ്ധിച്ചോണേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുൻപന്തി നിൽക്കുന്നവനാണ്. പക്ഷേ വർഷങ്ങളായി അപ്പനോട് മിണ്ടിയിട്ട്. നിസ്സാര വിഷയമാണ്. വസ്തു കൊടുത്തപ്പോൾ ചേട്ടന് ഇച്ചിരി കൂടുതൽ കൊടുത്തു. കാരണം അവൻ ആ പുള്ളിക്ക് ഇട്ട് വീടിൻ്റെ പുറയിലാണ്. ഇദ്ദേഹം റോഡിൻ്റെ ഫ്രണ്ടിലായ കാരണത്താൽ ഇച്ചിരി കുറച്ച്. അപ്പോൾ ഇദ്ദേഹം പ്രശ്നം ഇതാ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും കയ്പോ വിദ്വേഷമോ, ഈ ലോകത്തിലുള്ള കാര്യത്തിൻ്റെ പേരിൽ കയ്പോ വിദ്വേഷമോ അനുഭവിക്കണമെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നിങ്ങളോടും പറയുന്നു, നീ അവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ആമീൻ. അതാരുമാകട്ടെ, അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, അയൽവക്കക്കാരനാകാം, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നീ അവരോട് ക്ഷമിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നീ അവരെ സ്നേഹിക്കുവാനിടയാകണം. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. പറ്റുമോ? ഇവിടെ IPC-കാരനെ ചർച്ചക്കൂടുകാരനെ കാണരുത്, ചർച്ചക്കാരനെ AG-കാരനെ കാണരുത് അല്ലേ? പിന്നായിട്ട് ഇവരെ ഒട്ടും ഇനി ഇതിനപ്പുറത്ത് വരുന്നവരൊക്കെ മുഴുപാപികളാണ്. ആരൊക്കെയാ? കത്തോലിക്കർ, യാക്കോക്കാർ, പിന്നെ അതിനപ്പുറത്ത് ഇതര മതസ്ഥർ, ഇവരൊക്കെ മുഴുപാപികളാണെന്നാണ് ആരുടെ വിചാരം, നമ്മുടെ എല്ലാം വിചാരം അല്ലേ? നാം നമ്മെ തന്നെ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു ദൈവമക്കളെ. മറ്റുള്ളവരെ വിമർശിക്കുന്നതിനൊന്നും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് കണ്ണിൻ്റെ അകത്തെ എന്തെടുത്ത് മാറ്റണമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി. കണ്ണിനകത്ത് എന്ത് മാറ്റണമെന്നാ? കോലെടുത്തിട്ട് എന്ത് ചെയ്യണം? കരെടുത്താൽ മതി. നമ്മുടെ കണ്ണിനകത്തെ കോലിന് വിഷയമില്ല. നമുക്ക് കോലെന്ന് പറഞ്ഞാൽ വലുതാ, അതൊന്നും വിഷയമല്ല. മറ്റുള്ളവൻ്റെ പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്നൊരു ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ എന്നിലേക്ക് തിരിയണം. മുമ്പ് ഞാൻ പറഞ്ഞത് സെൽഫ് എക്സാമിനേഷൻ ഞാൻ ചെയ്യണം. ഞാൻ വിനയപ്പെടണം, ഞാൻ എളിമപ്പെടണം, ഞാൻ താഴണം. ഹൃദയത്തിൻ്റെ അകത്ത് ഫുൾ ഓഫ് ലവ് ഉണ്ടാകണം അല്ലേ? ഹ്യൂമിലിറ്റി ഉണ്ടാകണം, സബ്മിഷൻ ഉണ്ടാകണം. ഇതൊക്കെ ആയിരുന്നു ക്രിസ്തുവിൻ്റെ മനോഭാവമെങ്കിൽ ആ മനോഭാവമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ അല്ലേ?
നമ്മുടെ വിചാരം എന്താ? നാളെ പറഞ്ഞതുപോലെ സ്നാനപ്പെട്ടാൽ തീർന്നു, അവസാനം സ്നാനപ്പെട്ടാൽ പിന്നെ സ്വർഗം. പ്രൈസ് ദി ലോർഡ്. അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രം മതിയോ മക്കളെ? അല്ലെ, ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. യു ഹാവ് ടു വാക്ക് ലോട്ട്. നീ ഒത്തിരി നടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സമയം വേഗത്തിൽ ഓടിപ്പോയി, എൻ്റെ സമയം കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. എന്താണ് മർക്കോസ് വേഗത്തിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ വായിച്ചോ. മർക്കോസ് 10:45 വായിച്ചേ. മർക്കോസ് 10:45. ആ കേട്ടോ, മനുഷ്യപുത്രൻ വന്നത് എന്തിനാ? നമുക്കൊക്കെ നമുക്കെന്താ ഇഷ്ടം പറഞ്ഞേ? ഹലോ, ആ വാക്യം എന്താണ് വായിച്ചേ? എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. 10:45. ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. The Son of Man came to not to be served but to. വളരെ വ്യക്തമാണ് ഇംഗ്ലീഷ്. എന്താണ്? നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷിക്കാനാണ് ഇഷ്ടം. എനിക്ക് അനുമോദനം ഉണ്ടല്ലോ, സ്വതന്ത്രം. എനിക്ക് പല സന്തോഷം കാണുന്നുണ്ട്. മീറ്റിംഗ് കഴിയാൻ നോക്കിയിരിക്കും അദ്ദേഹം. ആര് ചെയ്യുന്നു ആര് ചെയ്യത്തില്ലെന്ന് നോക്കത്തില്ല. സംഭവം എല്ലാം സൈഡിലാകും, അല്ലേ? എല്ലാം ടപ്പേ എന്നാ ചെയ്യും. ഒത്തിരി സന്തോഷം തോന്നാണ് അദ്ദേഹത്തെ കാണുമ്പോൾ. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാറുണ്ട്. കാരണം എനിക്ക് സന്തോഷമാണ് കാണുന്നത്. നമ്മളെല്ലാവരും എന്താണ്, നമ്മൾ സ്റ്റേജിൽ ഇരിക്കാനും അതുപോലെ അനുമതി ഇടുന്ന അല്ലെങ്കിൽ സൗരങ്ങളുടെ ചേറലൊക്കെ വന്നിരുന്ന് സ്വതന്ത്രമൊക്കെ പറഞ്ഞ് ആമേനൊക്കെ പറഞ്ഞ് കൈ പഠിച്ച് അങ്ങ് പോകാറുണ്ട്, അല്ലേ? ഇവിടെ അനുമതി മാത്രമല്ല, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട്, അല്ലേ? ഇന്നലെ വന്ന് അധ്വാനിക്കുന്നവരുണ്ട്, തലേദിവസം അധ്വാനിക്കുന്ന. ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ തലേദിവസമേ വന്ന് അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ഇതിനുവേണ്ടി കൊയർ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാം ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പക്ഷേ ഒരു പേര് എടുത്ത് പറഞ്ഞത് മറ്റു പേര് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നുകൂടെ വായിച്ചാൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. The Son of Man came to not to be served but to serve. ഞാൻ പലപ്പോഴും പറയാറൊരു കാര്യമുണ്ട്, we saved for serve. ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ മാനസാന്തരപ്പെട്ടത് എന്ത് ചെയ്യാനായിട്ടാ? സർവീസിന് വേണ്ടിയാണ്, സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി. നമ്മൾക്ക് എല്ലാവർക്കും ബോസിൻ്റെ കാഴ്ചപ്പാടില്ലേ? ബോസിൻ്റെ അല്ല, ബോസ്. നമ്മൾ പലപ്പോഴും ഹോമുകളിലൊക്കെ ബോസി എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? ബോസി എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്താ? ആ ഒരു ഹെഡ് വെയിറ്റ് ഇട്ട് നടക്കുമ്പോൾ നമ്മൾ വിളിക്കാറില്ലേ? എന്നാൽ പലപ്പോഴും നമുക്ക് കിട്ടിയ ദർശനവും വെളിപ്പാടും എല്ലാം റോങ് വെളിപ്പാടുകളാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ എന്ത് ചെയ്യാറില്ല? അനേക പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. ശ്രദ്ധിച്ചോണേ, അനേക പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട്, പക്ഷേ വേദപുസ്തകം എന്ത് ചെയ്യാറില്ല? വായിക്കാറില്ല. പ്രസംഗം കേൾക്കുന്നു, വേദപുസ്തകം വായിക്കുന്ന വ്യത്യാസം എന്നറിയാമോ? പ്രസംഗം വായിക്കുമ്പോൾ ഒരു പക്ഷേ റോങ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഹലോ, പ്രസംഗങ്ങൾ ഒത്തിരി കേട്ടോ, നല്ല കാര്യമാണ്. ആ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ റോങ് ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളിലേക്ക് തലയ്ക്കകത്തോട്ട് കയറും. പക്ഷെ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ സമയമെടുക്കണം, വായിക്കണം. അത് ഒരു ഇൻ്റർപ്രിട്ടേഷനും ഇല്ലാതെ കൃത്യം നിൻ്റെ ഉള്ളിലേക്ക് കയറുവാനൊക്കെ വേണം ഇടയായിത്തീരും. സ്തോത്രം. ഒരു മനുഷ്യൻ നിന്നെ ചതിക്കുവാൻ നീ എന്ത് ചെയ്യില്ല, അനുവദിക്കരുത്. വേദപുസ്തകം വായിക്കുക. വി സേവ്ഡ് ഫോർ സെർവ്. കർത്താവ് കാണിച്ചു തന്ന കാര്യമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി ദിവസത്തിലേക്ക് സമർപ്പിക്കാം. എന്തിനാ നമുക്ക് ആക്ച്വലി നമ്മുടെ സമയം 2:2:30 2:30 ആണ്. സ്വതന്ത്രം, ഹല്ലേലൂയ. അപ്പം എനിക്ക് 10 മിനിറ്റ് ഉണ്ട്. ഞാൻ രണ്ടാമത് വിഷമിച്ചിരിക്കുകയായിരുന്നു. സ്വതന്ത്രം, ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് വൈ വി നീഡ് ടു ഹാവ് എ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? എന്തുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം? എന്തുകൊണ്ടുണ്ടാകണം? പറഞ്ഞേ കേട്ടെ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞേ. നമ്മുടെ 10-11 മണി മുതൽ ഇങ്ങനെ പറയല്ലേ, നിങ്ങളൂടെ പറ. കുറച്ച് നമുക്ക് ഒരുമിച്ച് കഷ്ടം സഹിക്കാം. പറഞ്ഞേട്ടെ, നമുക്ക് എന്തിനാ ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണ്ടി? പറഞ്ഞേ. ടു ബി എക്സാമ്പിൾ, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാം. കൊള്ളാം, നല്ലൊരു പോയിന്റാണ്. പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പ് സാക്ഷ്യമായിരിക്കാൻ, അല്ലേ? ടു ബി അല്ലേ, ടെസ്റ്റ് മണി ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ദൈവം നമുക്ക് പ്രസാദിക്കാൻ. ഇതെല്ലാം നമുക്കുള്ള ഫേവറുള്ള കാര്യമാണ് പറയുന്നത്. ദൈവം എന്നിൽ പ്രീതി
അപ്പാർട്ട് ഫ്രം ദാറ്റ് പറഞ്ഞേ, ടു ബി അംബാസിഡർ, കർത്താവിൻ്റെ സ്ഥാനാധിപതിയാകുവാൻ. പിന്നെ പ്രൈസ് ദി ലോർഡ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അനുഗ്രഹിച്ചോട്ടെ, അത് വേറൊരു സൈഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പേഴ്സണലായ പ്രോഫിറ്റ് ഒന്നും എന്ത് ചെയ്യില്ല. ദർ ഇസ് നോ പ്രോഫിറ്റ്. ദിസ് ഈസ് നോട്ട് എ ബിസിനസ് ടു ഗെയിൻ സംതിങ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഷെയർ മാർക്കറ്റിൽ പൈസ ഇടാറുണ്ടല്ലേ? ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഷെയർ മാർക്കറ്റിൽ. ഇൻട്രാഡേ ഒക്കെ കളിച്ച് പൈസ ഒത്തിരി പോയിട്ടുണ്ട്. സോ നമ്മളെന്തിനാണ് പൈസ ഇടുന്നേ? ഇൻട്രാഡേ 24 വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇട്ടതിൻ്റെ ഡബിൾ എന്ത് ചെയ്യണം? ഷെയർ കിട്ടണം. ലോങ് ടൈം ഇട്ടേക്കുന്നവരുണ്ട്. ഈ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത്ര മടങ്ങ് എനിക്ക് കിട്ടണമെന്നുള്ള ചിന്തയിലാണ് ഇടുന്നത്. ഇതല്ല ആത്മീയ ജീവിതം. ദിസ് ഈസ് നോട്ട് സംതിങ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി ഈസ് എൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. ഇതൊരു തീർത്തും വ്യത്യസ്തമായ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന, എന്നെ ഫേമസ് ആക്കുന്ന, ഇതുകൊണ്ട് ഫേമസ് ആയ ഒത്തിരി പേരുണ്ട്. ദൈവം ഒരു അനുഗ്രഹിക്കട്ടെ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് ഒത്തിരി വ്യത്യസ്തമാണ് ഇതിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന, ഇത് കഷ്ടപ്പാട് സഹിച്ച് കോടീശ്വരന്മാരായ കോടികൾ ഉണ്ടാക്കിയവരെനിക്കറിയാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? കഷ്ടപ്പാട് പ്രസംഗിച്ച് കോടീശ്വരന്മാരായവരെ എനിക്കറിയാം. അവരെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ പണമൊക്കെ എങ്ങനെ വന്നെന്നുള്ളത് ദൈവസന്നിധി എന്ത് ചെയ്യണം? കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദിസ് ഈസ് നോട്ട് എ ബിസിനസ്, ദിസ് ഈസ് എ സീരിയസ് മാറ്റർ. ഇതൊരു നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇത് സംതിങ്, ഇത് ഈ ലോകവുമായി ബന്ധപ്പെടുന്ന വിഷയമല്ല, അടുത്ത ലോകവുമായി, ഈ ഭൂമിയിൽ സമ്പത്ത് ശേഖരിക്കുന്ന വിഷയമല്ല, നമ്മൾ പോകാൻ പോകുന്ന ഇടം സേഫ് ആക്കുന്ന ഇടമാണ്. സ്വന്തം കാര്യമാണ്. റോമൻ ലേഖനം 12:2 വേദി വായിച്ച്. റോമൻസ് ചാപ്റ്റർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് കഴിഞ്ഞു. കാരണം എന്താ? കർത്താവിനോട് പിശാച് പറഞ്ഞ കാര്യമുണ്ട്, എന്നെ ഒന്ന് വണങ്ങിയാൽ അല്ലേ? അപ്പോൾ നമ്മുടെ പലരും ഉള്ളവരുടെ പണം ആരുടെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹലോ, നിങ്ങളുടെ ആരുടെയും പണത്തിൻ്റെ കാര്യമല്ല, തെറ്റിദ്ധരിക്കേണ്ട. പാർഷ് കൺഫ്യൂസ് ആക്കിയല്ലോ നിങ്ങൾ പറയല്ലേ? പലരുടെയിലും ഇരിക്കുന്ന പണം ദൈവത്തിൽ നിന്ന് മാത്രമല്ല, എവിടെ നിന്നും വരുന്നുണ്ട്. കർത്താവിനോട് പറഞ്ഞ എന്നെ ഒന്ന്, കർത്താവിനോട് ആരാ പറഞ്ഞേ? പിശാച് പറഞ്ഞേ, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ? ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞേ? എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാമെന്നാ പറഞ്ഞത്. ആരോടാ പറയുന്നത് പോലും പിശാചിനെ അറിയത്തില്ല. മുഴുവത്തെയും ഒരു വാക്കുകൊണ്ട് ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കിയ കർത്താവിനോട് പറയുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയും, ഈ ലോകത്തിന് അനുഭവപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കി നാം എന്ത് ചെയ്യണം? നമുക്കൊക്കെ ആവശ്യമുള്ളത് എന്താ പറഞ്ഞേ? രൂപാന്തരം ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളിൽ പലർക്കും, എനിക്കുൾപ്പെടെ പലപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ വ്യക്തമായി വീക്ഷിച്ചിട്ടുണ്ട്. ജസ്റ്റ് എ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച്. ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? നേരത്തെ കത്തോലിക്കനായിരുന്നു, ഇപ്പോൾ ആരായി? പറഞ്ഞേ, ധൈര്യമായിട്ട് പറഞ്ഞ പെന്തക്കോസ്തുകാരനാണ് ഞാൻ. ഇപ്പോൾ ആരായിട്ടായി? ഇപ്പോൾ പേരിന് മാറ്റം ഉണ്ടായി. നേരത്തെ കത്തോലിക്കനായിരുന്നു, യാക്കോബക്കാരനായിരുന്നു, മർത്തോമക്കാരനായിരുന്നു, ഹിന്ദുവായിരുന്നു, മുസ്ലിം ആയിരുന്നു. പേരിന് മാറ്റം ഉണ്ടോന്നല്ല, അതായത് സ്വഭാവത്തിൽ നിന്നില്ല. പറഞ്ഞേ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ പേരിന് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താ? ടു ഗ്രോ സ്പിരിച്വലി ആൻഡ് ട്രാൻസ്ഫോംഡ്. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന് അനുഭവപ്പെടാതെ. വായിച്ചാട്ടെ, മടക്കി വെച്ചോ. ദൈവഹിതം, അതായത് വൈ ഡു വി നീഡ് എ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് പറയാൻ സാധിക്കുന്നത് ടു ഗ്രോ സ്പിരിച്വലി ആൻഡ് ട്രാൻസ്ഫോംഡ്. ആത്മീയമായിട്ട് വളരാനും, പിന്നെന്തിനാ? ഒരു പുതിയ മാറ്റം എന്നിൽ ഉണ്ടാകുവാനുമായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ ഫിലിപ്പിയർ 2:2 വായിച്ച്, വേഗത്തിൽ വായിച്ച്, സമയം പോകുന്നു.
ആ ആ ആ ആ വേണ്ടോ? കർത്താവിന് സന്തോഷം പൂർണ്ണമാക്കാനാ. എങ്ങനെ കർത്താവിന് സന്തോഷം പൂർണ്ണമാക്കുന്നത്? കൈയടിച്ച് അന്യഭാഷ പറഞ്ഞാൽ പറ്റുമോ? നമ്മുടെ വിചാരം അതാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എന്താണ്? സ്പീക്കിംഗ് ഇൻ എ അതർ ടങ്, അല്ലേ? ആണോ അല്ലയോ? നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടാണ്. നമ്മുടെ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞാൽ അതാണ് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമെന്നാണ് ഞാൻ പറയുന്നയാളാണ്, അത് പ്രോത്സാഹിപ്പിക്കുന്നയാളാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ഇത് പറയുന്നയാളും പ്രോത്സാഹിപ്പിക്കുന്നയാളുമാണ്. എന്നാൽ കർത്താവിൻ്റെ സന്തോഷം നമ്മിൽ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ വചനം പറയുന്നത് എന്താ? ഒന്നുകൂടെ വായിച്ചോ ഭാഗം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, സഭയെ ഏക മനസ്സുള്ളവരായിരിക്കണം, അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം എന്ത് ചെയ്യും? പൂർണ്ണമാകും. അടുത്തത് കേട്ടോ, ഏക സ്നേഹമുള്ളവരായിരിക്കണം, അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം പൂർണ്ണമാകും. അടുത്തത് സഭയ്ക്കകത്ത് ഐക്യത ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമാകും. അടുത്തത് ഏക ഭാവമുള്ളവരായി മാറണം, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമാകും. അല്ലേ? അത് കഴിയുമ്പോൾ പറയാണ് ഇങ്ങനെ എൻ്റെ സന്തോഷം എന്ത് ചെയ്യണം? അപ്പോൾ സഭ ഒരുമിച്ച് നിന്നാൽ, സഭയിൽ ഒരുമിച്ച് സന്തോഷമുണ്ടായാൽ, ഏക ഭാവമുള്ളവരായി മാറിയാൽ എന്തായിത്തീരുക? കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഭാവം ശരിയായിരിക്കാം, പേര് കൊണ്ട് തോമസ് എന്നായിരിക്കും, എൻ്റെ പേര് തോമസ് എന്നാണ്, ബിജോയ് കെ തോമസ് എന്നാണ്, പേര് കൊണ്ട് തോമസ് എന്നായിരിക്കാം, പക്ഷേ എന്നിൽ യാതൊരു ക്രിസ്തുവിൻ്റെ ഭാവവും ഉണ്ടാകണമെന്നില്ല. പേര് നോക്കിയല്ല കർത്താവ് സ്വർഗത്തിലേക്ക് ആളെ, ഹലോ, പേര് നോക്കിയല്ല, സഭയുടെ പേര് നോക്കിയും, എൻ്റെ വ്യക്തിപരമായ പേര് നോക്കിയല്ല, സഭയുടെ പേരും നോക്കിയല്ല ആരെ സ്വർഗത്തിലേക്ക് എടുക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യല്ല, മറന്നു പോകുവാൻ തക്ക വേണം, ഹലോ, ഇടയാകരുത്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അവിടുത്തെ ഭാവം എന്ത് ചെയ്യണം? എനിക്ക് പല പോയിന്റ് പറയാനുണ്ട്, സമയം രാവിലെ മുതൽ നിങ്ങളെ പിടിച്ചിരുത്തിയേക്കുന്നതല്ല, ഇനി പിടിച്ചിരുത്തിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സഹിച്ചെന്ന് വരത്തില്ല. സോ കർത്താവേ അങ്ങയുടെ ഭാവം എന്ത് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ? ഈ ഉപവാസ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥന, കർത്താവ് എന്നെ അനുഗ്രഹിക്കണമെന്നോ, എൻ്റെ ജോലി, ശരിയാ നമ്മളെല്ലാം പ്രാർത്ഥിച്ച വിഷയമല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായി പറയണം, കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം എന്താണ്? അങ്ങയുടെ ഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എനിക്കൊരു മാറ്റം, ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒറ്റ കാര്യം, കർത്താവ് എനിക്കൊരു മാറ്റം ഉണ്ടാകണം, എൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമാക്കി തീർക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടണം, അത് മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറണം. ദൈവത്തിലേക്ക് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദയവായി ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ പ്ലീസ്. ഹല്ലേലൂയ. സ്തോത്രം.